ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൊച്ചിയില കുറുക്കാണ്. നൊച്ചിയില കുറുക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പറ്റത്തില്ല. കുറേ അങ്ങോട്ടുള്ള തലമുറയ്ക്കൊക്കെ അറിയാൻ പറ്റും നൊച്ചിയില എന്താണെന്നോ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. അപ്പം ഇന്ന് ഞാനൊരു കുറുക്കുണ്ടാക്കാൻ പോവാം നൊച്ചിയില കൊണ്ട്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായ സാധനം നൊച്ചിയില. കുറച്ച് നൊച്ചിയില എടുത്തിട്ടുള്ളൂ, കാരണം നല്ല നൊച്ചിയില അല്ല, ഒരുമാതിരി എന്തോ അസുഖം വന്ന പോലുള്ള ഇലയാണ്, കാരണം കുറച്ചില എടുത്തിട്ടുള്ളൂ. കുതിർത്ത പച്ചരി, ജീരകം, ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നൊച്ചിയും അരിയും ജീരകവും കൂടെ അരച്ച് ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നതിന് ഉരുളി വെച്ചു. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന നൊച്ചി അരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടുക്കി പിടിക്കരുത്. കുറുക്കുണ്ടാക്കുന്നതിന് അങ്ങനെ തന്നെ അടുക്കി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു വെറൈറ്റി കളറാണ്. അപ്പം നമ്മുടെ കുറുക്ക് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്, നല്ല തിക്കായി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കൊടങ്ങൽ കുറുക്കായിരുന്നു. അതുപോലെ തന്നെ ഇതും, പക്ഷെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ലതുപോലെ ആദ്യം കുറുകിയതുപോലെ തന്നെ ഇതും ഇനി കുറുകി വരണം നല്ലതുപോലെ. ഏകദേശം നമ്മുടെ കുറുക്കി തുടങ്ങുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ ചെയ്ത വീഡിയോ അതുപോലെ തന്നെ, എങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ ആയാളിയും ഏലക്ക അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൽ അതൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊടങ്ങലിന് ചെറിയൊരു കുത്തലുണ്ട്, അതില്ലാതിരിക്കാൻ വേണ്ടിയാ അതൊക്കെ ചേർത്തത്. പക്ഷേ ഇതിന് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. കുറച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കണം ഇത്. വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ അമ്മമാർക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു കുറുക്കാണ്. അത് തീർച്ചയായും പിള്ളേർക്ക് അത് ചെയ്തു കൊടുക്കണം, നല്ലതാണ് കുറുക്കൊക്കെ. അങ്ങനെ ചെറുതായി കുമ്മള വെക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നൊച്ചി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കാം. നൊച്ചിപ്പുട്ട് നല്ല ടേസ്റ്റാണ് നൊച്ചിപ്പുട്ടുണ്ടാക്കി കഴിക്കുന്നത്. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും അത് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറുക്ക് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ മേടിച്ചൊന്നുമല്ല, ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ശർക്കര ഉരുക്കി ഒരു കുപ്പിയിലാക്കി വെച്ചാണ്, നാടൻ തൈര് കുപ്പിക്കകത്ത്. അപ്പോൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നല്ലൊരു വെറൈറ്റി കളറായിട്ടുണ്ട്. അത് നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഈ ഒരു കളറ് വന്നത്. അത് പിതുക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നൊച്ചിക്കളി നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും മധുരം നോക്കിയില്ല. അപ്പം ഇനി മധുരം ഒന്ന് നോക്കട്ടെ, കറക്റ്റാണോ എന്നറിയാം. മധുരം ആ പാകത്തിനായിട്ടുണ്ട്, കൂടുതലും അല്ല കുറവുമല്ല, ആ ഒരു മീഡിയം പരുവം. കൊള്ളാം. രുചിയേറും നൊച്ചിക്കുറുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ നല്ല നാടൻ നമ്മുടെ നൊച്ചിക്കുറുക്ക് റെഡിയായിട്ടുണ്ട്. അപ്പം ഈ നാടൻ നല്ല രുചിയേറും നൊച്ചിക്കുറുക്ക് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുക.
ഓക്കെ, ബൈ.